അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മക്കളെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് മുസാരി ആണ്. മുസാരിൻ്റെ സിഗ വോ ആയെ എന്നാണ്. വോ ആയെ എന്നതിൻ്റെ അർത്ഥം വരട്ടെ എന്നാണ്. വോ ആയെ അവൻ വരട്ടെ. നിങ്ങൾ സർഫ് സഹീറിൽ പഠിച്ചിട്ടുണ്ടാകും. വോ ആയെ അവൻ വരട്ടെ അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് സർഫാക്കി നോക്കാം. വോ ആയെ അവൻ വരട്ടെ. വോ ആയെ അവൾ വരട്ടെ. അവൾ വരട്ടെ. വോ ആയേം അവർ ഒരു കൂട്ടം പുരുഷന്മാർ വരട്ടെ. വോ ആയേം അവരൊരു കൂട്ടം സ്ത്രീകൾ വരട്ടെ. തു ആയെ നീ വരട്ടെ. തു ആയെ നീ ഒരു സ്ത്രീ വരട്ടെ. തും ആവോ നിങ്ങൾ വരട്ടെ. തും ആവോ നിങ്ങളൊരു കൂട്ടം സ്ത്രീകൾ വരട്ടെ. മേം ആവൂം മറ്റേത് തും ആവോ ആവോ തും ആവോ എന്നാണ്. ഇത് മേം ആവൂം മേം ആവൂം എന്നാണ്. മേം ആവൂം ഞാൻ വരട്ടെ. ഒരു പുരുഷൻ പറയാണ് മേം ആവൂം ഞാൻ വരട്ടെ. മേം ആവൂം ഒരു സ്ത്രീ പറയാണ് മേ ആവൂ ഞാൻ വരട്ടെ. ഇനി അതിൻ്റെ ജമ്മു മുത്തകല്ലിം ഹം ആയേം ഹം ആയേം ഞങ്ങൾ വരട്ടെ എന്നർത്ഥത്തിൽ. അത് മുഅന്നസ് മുദക്കർ ഒരുപോലെയാണ്. ഇനി ഹാല് മുത്തലക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഹാല് മുത്തലക്കിൻ്റെ സിയ നമ്മൾ പഠിച്ചു. ആത്താഹെ വരുന്നു അല്ലേ? ഇപ്പോൾ പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? സിമ്പിൾ പ്രസൻറ്റ് എന്ന് നമുക്ക് പറയാം. ഓ ആത്താഹെ അവൻ വരുന്നു. ഓ ജാത്താഹെ അവൻ പോകുന്നു. ഓ പഠിത്താഹെ അവൻ പഠിക്കുന്നു. ഓ ചെൽത്താഹെ അവൻ നടക്കുന്നു. ഓ ലിഖ്താഹെ അവൻ എഴുതുന്നു. ഓ കർത്താഹെ അവൻ ചെയ്യുന്നു. ഓ ഗേൽത്താഹെ അവൻ കളിക്കുന്നു. ഓ ഹൻസ്താഹെ അവൻ ചിരിക്കുന്നു. ഓ ഇനിയൊക്കെ എക്സെട്ര നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഓ മുസ്കുരാത്താഹെ അവൻ പുഞ്ചിരിക്കുന്നു. ഓ ലേഡ്താഹെ അവൻ കിടക്കുന്നു. ഓ ദേഖ്താഹെ അവൻ നോക്കുന്നു. അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വാക്കുകളും ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക. ഒക്കെ ഇതിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളെ നായ കളഞ്ഞതിന് ശേഷം താഹെ ചേർത്ത് കൊടുക്കുക. പഠിത്താഹെ ചെൽത്താഹെ കർത്താഹെ ലിഖ്താഹെ ഗേൽത്താഹെ ഹൻസ്താഹെ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഓ ആത്താഹെ അവൻ വരുന്നു. ഓ ആത്തിഹെ അവൾ വരുന്നു. ഓ ആത്തേഹെ അവർ ഒരു കൂട്ടം പുരുഷന്മാർ വരുന്നു. ഓ ആത്തിഹെ അവർ ഒരു കൂട്ടം സ്ത്രീകൾ വരുന്നു. തു ആത്താഹെ നീ വരുന്നു. തു ആത്തിഹെ നീ ഒരു സ്ത്രീ വരുന്നു. തും ആത്തേഹോ നിങ്ങൾ ഒരു കൂട്ടം പുരുഷന്മാർ വരുന്നു അല്ലെങ്കിൽ നിങ്ങൾ വരുന്നു. തും ആത്തിഹോ നിങ്ങളൊരു കൂട്ടം സ്ത്രീകൾ വരുന്നു. മേം ആത്താഹൂം അവിടെ ശ്രദ്ധിക്കുക. മേം ആത്താഹോം എന്ന് വായിക്കരുത്. മേം ആത്താഹൂം ഹൂ മേ ആത്താഹൂം ഞാൻ വരുന്നു. മേം ആത്തിഹൂം ഞാനൊരു സ്ത്രീ വരുന്നു. ഹം ആത്തേ ഹൈ ഞങ്ങൾ വരുന്നു. ഹം ആത്തേ ഹൈ ഞങ്ങൾ വരുന്നു. ഇനി നെക്സ്റ്റ് ഹാല് മുത്തലക്ക് കഴിഞ്ഞാൽ ഹാല് ഇസ്തിമ്രാറിലേക്ക് കടക്കാം. ഹാൽ ഇസ്തിമ്രാറിൻ്റെ സീഹ നമ്മൾ പഠിച്ചു. ആ രഹാഹെ വന്നുകൊണ്ടിരിക്കുന്നു. ഹാൽ ഇസ്തിമ്രാറിൻ്റെ സീഹ ആ രഹാഹെ വന്നുകൊണ്ടിരിക്കുന്നു. അതായത് നായ കളഞ്ഞതിന് ശേഷം രഹാഹെ ചേർത്ത് കൊടുക്കുക. ഓ പടി രഹാഹെ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓ ചൽ രഹാഹെ അവൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഓ കർ രഹ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓ ലിഖ് രഹാഹെ അവൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഓ ഹൻസ് രഹാഹെ അവൻ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നു. ഓ പട് രഹാഹെ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓ ലേട്ട് രഹാഹെ അവൻ കിടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാം ഈ രഹായ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഹാൽ ഇസ്തിമ്രാറിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ ഓ ആ രഹാഹെ അവൻ വന്നുകൊണ്ടിരിക്കുന്നു. ഓ ആ രഹീഹെ അവൾ വന്നുകൊണ്ടിരിക്കുന്നു. ഓ ആ രഹേ ഹൈ അവർ ഒരു കൂട്ടം പുരുഷന്മാർ വന്നുകൊണ്ടിരിക്കുന്നു. ഓ ആ രഹീഹൈ അവർ ഒരു കൂട്ടം സ്ത്രീകൾ വന്നുകൊണ്ടിരിക്കുന്നു. തു ആ രഹാഹെ നീ വന്നുകൊണ്ടിരിക്കുന്നു. തു ആ രഹീഹെ നീ ഒരു സ്ത്രീ വന്നുകൊണ്ടിരിക്കുന്നു. തും ആ രഹേഹോ നിങ്ങൾ ഒരു കൂട്ടം പുരുഷന്മാർ വന്നുകൊണ്ടിരിക്കുന്നു. തും ആ രഹീഹോ നിങ്ങൾ ഒരു കൂട്ടം സ്ത്രീകൾ വന്നുകൊണ്ടിരിക്കുന്നു. മേം ആ രഹാഹൂം ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു. മേം ആ രഹീഹൂം ഞാനൊരു സ്ത്രീ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഹൂം എന്നാണ് വായിക്കട്ടോ. ഹൂം മേം ആ രഹാഹൂം മേം ആ രഹീഹൂം. ഹം ആ രഹേ ഹൈ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഹം ആ രഹേ ഹൈ ജമ്മു മുത്തകല്ലിമിന് രണ്ടും അധികത്തിലും ഒരുപോലെയാണ്. ഇനി അടുത്തത് ഹാൽ ഇഹ്തിമാലി അല്ലേ? ഹാൽ ഇഹ്തിമാലിൻ്റെ സിയകൾ എത്ര ഉണ്ടായിരുന്നു? 4 ഉണ്ടായിരുന്നു. ആത്താഹോ ആത്താ ഹോക ആ രഹാഹോ ആ രഹാ ഹോക ഈ 4 സീകകളുണ്ട്
ഹാലെ എഹ്തിമാലിക്ക്. ഒന്നും പാടി പറയാം. ആത്താ ഹോ, ആത്താ ഹോഗ, ആ രഹാ ഹോ, ആ രഹാ ഹോഗ. അല്ലേ? അതിൻ്റെ അർത്ഥം വരുന്നുണ്ടാകും, വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. പ്രസൻറ്റിൽ എഹ്തിമാൽ സാധ്യതയാണ്. അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും, അത് വെച്ച് നമുക്ക് പറയാം. രണ്ടർത്ഥം ഉണ്ടാകും, വരുന്നുണ്ടാകും, വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും ഇപ്പോൾ പ്രസൻറ്റിലുള്ള എഹ്തിമാൽ, അല്ലേ? അപ്പോൾ അങ്ങനെ വോ ആത്താ ഹോക, അവൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഓ പഠിത്താ ഹോക, അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഓ ചൽത്താ ഹോക, അവൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഓ ഹൻസ്താ ഹോക, അവൻ ചിരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും. ഓ ലിഖ്താ ഹോക, അവൻ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. ഓ ഗേൽത്താ ഹോക, അവൻ കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും. ഓ ദേഖ്താ ഹോക, അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഇനി ഞാൻ ഓരോ വാക്കുകളും പറയില്ല കേട്ടോ, സെപ്പറേറ്റായി പറയില്ല. ഒക്കത്തിനെയും ഇതിനോട് നിങ്ങൾ കമ്പയർ ചെയ്യുക. ഉറുദുവിലുള്ള ആകാശത്തിന് കീഴിലുള്ള എല്ലാ മസ്തറുകളും, ഞാൻ വെച്ചുള്ള മസ്തറുകളും ഈ എന്താ പറയുക, ഇതുമായി നിങ്ങൾ എന്ത് ചെയ്യുക, താരതമ്യം ചെയ്യുക, കമ്പയർ ചെയ്യുക. ഓക്കെ. ഓ ആത്താ ഹോക, അവൻ വരുന്നുണ്ടാകും. ഓ ആത്തി വരുന്നുണ്ടാകും. ഓ ആത്തി ഹോഗി, അവൾ വരുന്നുണ്ടാകും. ഓ ആത്തെ ഹോംഗെ, അവർ ഒരു കൂട്ടം പുരുഷന്മാർ വരുന്നുണ്ടാകും. ഓ ആത്തി ഹോങ്കി, അവർ ഒരു കൂട്ടം സ്ത്രീകൾ വരുന്നുണ്ടാകും. തു ആത്താ ഹോഗ, നീ വരുന്നുണ്ടാകും. തു ആത്തി ഹോഗി, നീ ഒരു സ്ത്രീ വരുന്നുണ്ടാകും. തും ആത്തെ ഹോഗെ, നിങ്ങൾ ഒരു കൂട്ടം പുരുഷന്മാർ വരുന്നുണ്ടാകും. തും ആത്തി ഹോങ്കി, നിങ്ങളൊരു കൂട്ടം സ്ത്രീകൾ വരുന്നുണ്ടാകും. മേം ആത്താ ഹോങ്ക, ഞാൻ വരുന്നുണ്ടാകും. മേം ആത്തി ഹോങ്കി, ഞാൻ ഒരു സ്ത്രീ വരുന്നുണ്ടാകും. ഹം ആത്തെ ഹോംഗെ, ഹം ആത്തെ ഹോങ്കെ, ഞങ്ങൾ വരുന്നുണ്ടാകും. ആൽ എഹ്തിമാലി ടു ആത്താ ഹോഗ, അല്ല ആൽ എഹ്തിമാലി അടുത്തത് അല്ലേ? ആത്താ ഹോ, ഓ ആത്താ ഹോങ്ക നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഓ ആത്താ ഹോ, അതിന് ശേഷം ഓ ആ രഹാ ഹോക, അതും പഠിക്കാനുണ്ട് അല്ലേ? ഓക്കെ. ഏകദേശം അതേ അർത്ഥം തന്നെ ആയിരിക്കും. ഓ ആത്താ ഹോ, ഓ ആത്തി ഹോ, ഓ ആത്തെ ഹോം, ഓ ആത്തി ഹോം. തു ആത്താ ഹോ, തും ആത്തി ഹോ, തു ആത്തി ഹോ, തും ആത്തെ ഹോ, തും ആത്തി ഹോ. മേം ആത്താ ഹും, മേം ആത്തി ഹും. ഹം ആത്തെ ഹോം, ഹം ആത്തെ ഹോം. ഇത് ഞാൻ എത്ര പറഞ്ഞു തന്നിട്ടും കാര്യമില്ല. ഞാനിങ്ങനെ ഓരോന്ന് വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ഓരോന്നും ചൊല്ലി പഠിക്കുക. നിങ്ങൾക്ക് ഫോട്ടോ വിട്ട് തന്നിട്ടുണ്ട്, അപ്പോൾ ഓരോന്നും ചൊല്ലി പഠിക്കുക. അതുകൊണ്ടേ നിങ്ങൾക്ക് പഠിയുള്ളൂ. ഓക്കെ. ഇതിൽ ആത്താഹോ, ഇനിയിപ്പോൾ ആത്താ ഹോഗ ഒക്കെ ചേർത്ത് കൊടുത്താലും ഒരേ അർത്ഥം തന്നെയാണ്. അത് നിങ്ങൾ പേടിക്കണ്ട. നമ്മൾ സൊഹീർ ആത്താ ഹോഗ വന്നിരുന്നു. ഇനിയിപ്പോൾ ആത്താഹോ, രണ്ടും സെയിം മീനിങ് ആയിരിക്കും. ഓക്കെ. ഇനി അടുത്തതിലേക്ക് കടക്കാം. ആൽ എഹ്തിമാലി ലാസ്റ്റ്. ഇതിൻ്റെ ഒക്കെ അർത്ഥം, ഒക്കത്തിൻ്റെ അർത്ഥം വരുന്നുണ്ടാവും, വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയുന്നത് എങ്ങനെയാണ് വായിക്കുക എന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും തെറ്റ് വായിച്ച് പഠിച്ചേക്കരുത്. ഓ ആ രഹാ ഹോഗ, ഓ ആ രഹി ഹോഗി, ഓ ആ രഹേ ഹോംഗെ, ഓ ആ രഹി ഹോംഗി. ഇതൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അപ്പോൾ ശ്രദ്ധിക്കണം. തു ആ രഹാ ഹോഗ, തു ആ രഹി ഹോഗി, തു ആ രഹേ ഹോഗെ, തും ആ രഹേ ഹോംഗി. മേം ആ രഹാ ഹോങ്ക, മേം ആ രഹി ഹോങ്കി, ഹം ആ രഹേ ഹോംഗെ, ഹം ആ രഹേ ഹോംഗെ. ഓക്കെ അല്ലേ? ഇതിൻ്റെ ഓരോന്നിനും അർത്ഥം പറയുന്നില്ല. ഇതിൻ്റെ ഒക്കെ അർത്ഥം വരുന്നുണ്ടാവും, വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്ന അർത്ഥത്തിലാണ്. ഓക്കെ. ഞാൻ എഹ്തിമാൽ അടുത്തത് ഓ ആ രഹാ ഹോ, ഓ ആ രഹി ഹോ, ഓ ആ രഹേ ഹോം, ഓ ആ രഹി ഹോം. തു ആ രഹാ ഹോ, തു ആ രഹി ഹോ, തും ആ രഹേ ഹോ, തും ആ രഹേ ഹോം. മേം ആ രഹാ ഹൂം, മേ ആ രഹി ഹൂം. ഹം ആ രഹേ ഹോം, ഹം ആ രഹേ ഹോം. ഒക്കെ ആ അർത്ഥം തന്നെ കേട്ടോ. അപ്പോൾ ഓരോന്ന് പറഞ്ഞേണ്ട ആവശ്യമില്ല. ഓ ആ രഹാ ഹോ, അവൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി അടുത്തത് മുസ്തഖ്ബിൽ മുത്തലക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്, അല്ലെ? വരും, ഫ്യൂച്ചർ. ഹി വിൽ ഡു, അവൻ ചെയ്യും. ഹി വിൽ റൈറ്റ് എ ലെറ്റർ, അവനൊരു കത്ത് എഴുതുമെന്ന് പറയില്ലേ, അതിനാണ് പറയാ.
അപ്പോൾ ഓ ഏക്ക് ഖത്ത് ലിഖേഗ, അവനൊരു കത്ത് എഴുതും. അതിനാണ് ഇത് പ്രയോഗിക്കൽ. അതായത് നമ്മളെ മസ്തറിൻ്റെ അലാമത്തായ നായെ കളഞ്ഞതിന് ശേഷം ഏക ചേർത്ത് കൊടുക്കുക. ഇതിൽ മലയാളത്തിലൊക്കെ അടിയിൽ വിശദീകരിക്കുന്നുണ്ട്, ഏക ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഓ ആന, വരുകലെ ആന, ഓ ആയേക അവൻ വരും. അപ്പം ഇനി പഠിന, ഓ പടേക അവൻ പഠിക്കും, ഫ്യൂച്ചറിൻ്റെ അർത്ഥം കിട്ടും, പഠിക്കും. ഓ ചലേക അവൻ പോകും. ഓ കരേക അല്ലേ, ഓ ഒക്കെ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഓ അങ്ങനെ ഒക്കെ കിയാസ് ചെയ്യുക, വാക്കുകൾ വരുന്നില്ല. ഓ പടേക അവൻ പഠിക്കും, ഓ ചെലേക അവൻ പോകും, ഓ ഹൻസേക അവൻ ചിരിക്കും. അങ്ങനെ ഒക്കെ കമ്പയർ ചെയ്യുക, അതിനോട് ഖിയാസ് ചെയ്യുക. അപ്പോൾ ഓ ആയേക അവൻ വരും, ഓ ആയേഗി അവൾ ഒരു സ്ത്രീ വരും, ഓ ആയെങ്കെ അവർ ഒരു കൂട്ടം പുരുഷന്മാർ വരും, ഓ ആയെങ്കി അവർ ഒരു കൂട്ടം സ്ത്രീകൾ വരും, തു ആയെങ്ക തു ആയെങ്ക നീ വരും, തു ആയെങ്കി നിങ്ങൾ നീ ഒരു സ്ത്രീ വരും, തും ആവോങ്കെ ആ ഓ എന്നാട്ട് പറയാ, ഊന്ന് പറയരുത്, തും ആ ഓങ്കെ നീ വരും, തും നിങ്ങളൊരു കൂട്ടം പുരുഷന്മാർ വരും, തും ആ ഓങ്കി നിങ്ങളൊരു കൂട്ടം സ്ത്രീകൾ വരും, മേൻ ആവൂങ്ക അവിടെ ഊ എന്നാണ് ഉച്ചരിക്കുക, മറ്റൊരുത്ത് ഓ എന്നാണ് ഉച്ചരിക്കുക. തുമ്മിനോടൊപ്പം ആ ഓ എന്നാ പറയാ, മേൻ്റെ ഒപ്പം ഊ എന്നാ പറയാ, മേം ആവൂങ്ക. തുമ്മിൻ്റെ ഒപ്പം ആ ഓങ്ക, തും ആ ഓങ്കെ തും ആ ഓങ്കി. എന്നാൽ മേൻ്റെ ഒപ്പം മേം ആവൂങ്ക ഞാൻ വരും, മേം ആവൂങ്കി ഞാൻ വരും. സ്ത്രീ പറയാം, ഞാനൊരു സ്ത്രീ വരും. ഹം ആയെങ്കെ ഹം ആയെങ്കെ ഞങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പഠിക്കാം. മുസ്തഖബിൽ മുത്തലക്ക് പ്രധാനപ്പെട്ടതാണ്, എന്തായാലും പഠിക്കണം. എന്തായാലും പഠിക്കണം പറഞ്ഞാൽ വളരെ നമ്മൾ വായിക്കുമ്പോൾ മുസ്തഖബിൽ മുത്തലക്ക് നമ്മുടെ പാരഗ്രാഫിൻ്റെ വരികൾക്കിടയിലൂടെ വരുന്ന ഒരു ടൈമാണ് മുസ്തഖബിൽ മുത്തലക്ക്. ഇനി മുസ്തഖ്ബിൽ ഇസ്തിംറാർ. മുസ്തഖ്ബിൽ ഇസ്തിംറാർ നമ്മൾ നായെ കളഞ്ഞതിന് ശേഷം താ രഹേഗ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ അർത്ഥം വന്നുകൊണ്ടിരിക്കും, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇംഗ്ലീഷിലെ ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഹി വിൽ ബി റൈറ്റിംഗ് അവൻ എഴുതിക്കൊണ്ടിരിക്കും എന്ന് പറയില്ലേ, അതിനാണ് ഓ ലിഖ്താ രഹേഗ അവൻ എഴുതിക്കൊണ്ടിരിക്കും, ഓ പഠിത്താ രഹേഗ അവൻ പഠിച്ചുകൊണ്ടിരിക്കും, ഓ ചൽത്താ രഹേഗ അവൻ പോയിക്കൊണ്ടിരിക്കും എന്ന അർത്ഥത്തിൽ രഹേഗ താ രഹേഗ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓ ആത്താ രഹേഗ അവൻ വന്നുകൊണ്ടിരിക്കും, ഓ ആത്തി രഹേങ്കി ഒന്നുകൊണ്ട് ശ്രദ്ധിക്കുക, ഓ ആത്താ രഹേഗ അവൻ വന്നുകൊണ്ടിരിക്കും, ഓ ആത്തി രഹേങ്കി അവൾ വന്നുകൊണ്ടിരിക്കും. ഓ ആത്തെ രഹേങ്കെ അവർ ഒരു കൂട്ടം പുരുഷന്മാർ വന്നുകൊണ്ടിരിക്കും, ഓ ആത്തി രഹേങ്കി അവർ ഒരു കൂട്ടം സ്ത്രീകൾ വന്നുകൊണ്ടിരിക്കും, തു ആത്താ രഹേങ്ക നീ ഒരു പുരുഷൻ വന്നുകൊണ്ടിരിക്കും, നീ വന്നുകൊണ്ടിരിക്കും, തു ആത്തി രഹേങ്കി നീ ഒരു സ്ത്രീ വന്നുകൊണ്ടിരിക്കും, തും ആത്തെ രഹോങ്കെ രഹോങ്കെ നിങ്ങൾ ഒരു കൂട്ടം പുരുഷന്മാർ വന്നുകൊണ്ടിരിക്കും, നിങ്ങൾ വന്നുകൊണ്ടിരിക്കും, തും ആത്തി ഹോങ്കി ശ്രദ്ധിക്കുക, വ്യത്യാസം ശ്രദ്ധിക്കുക, തും ആത്തി ഹോഗി നിങ്ങൾ ഒരു കൂട്ടം സ്ത്രീകൾ വന്നുകൊണ്ടിരിക്കും, മേം ആത്ത രഹൂങ്ക രഹൂങ്ക കേട്ടോ, മേൻ്റെ ഒപ്പം ഹൂ എന്നാ വരിക, മേം ആത്ത രഹൂങ്ക ഞാൻ വന്നുകൊണ്ടിരിക്കും, മേം ആത്തി രഹൂങ്കി ഞാനൊരു സ്ത്രീ വന്നുകൊണ്ടിരിക്കും, ഹം ആത്തെ രഹേങ്കെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കും, ഹം ആത്തെ രഹേങ്കെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇത്രയാണ് സർഫ് കബീറുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 14 സിയകളും നിങ്ങൾക്ക് 2 ദിവസം സമയം തരാം, ഇന്നും നാളെയും. നാളെ ഒരു 4 മണിയാകുമ്പോഴത്തേന് ഇത് ഓരോന്നും പച്ചവെള്ളം പോലെ പഠിക്കുക കേട്ടോ. ഞാൻ ഓരോരുത്തരെ വിളിക്കും, ചോദിക്കും, എനിക്ക് പേഴ്സണലായി ചൊല്ലിത്തരും ചെയ്യാം. ഓരോരുത്തരും എനിക്ക് പേഴ്സണലായി അയച്ചു തരും കേട്ടോ. നോക്കി വായിക്കരുത്, നോക്കി വായിക്കാതെ കാണാതെ പഠിച്ച് എനിക്ക് എൻ്റെ വാട്സപ്പിക്ക് പേഴ്സണലായി അയച്ചു തരിക. ഓക്കെ, പഠിക്കണം. ഇത് പഠിച്ചാലേ നമുക്ക് ഉറുദു പഠിയുള്ളൂ. നമ്മൾ സർഫ് മീസാന് പഠിച്ച പോലെ ഇത് നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ നാളെ ആകുമ്പോഴത്തേന് ഇന്നും നാളെയും, നാളെ ഒരു 4 മണി ലാസ്റ്റ് ടൈം, അപ്പോഴേക്കും ചൊല്ലി അയച്ചു തരാം. പിന്നെ ഞാൻ പേഴ്സണലായി നിങ്ങൾക്കൊക്കെ വിളിക്കും, പല ആളുകൾക്കും വിളിക്കും, ചൊല്ലിപ്പിക്കും. ഓക്കെ, എന്നാൽ ശരി.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി